ഗൈസ്, വെൽക്കം ടു അക്രപ്പച്ച വ്ലോഗ്സ് ബൈ നിത്യ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നൊരു വിഷു എപ്പിസോഡാണ്. വേറൊന്നുമില്ല, ഇന്ന് ഞങ്ങള് വിഷു കണിയൊക്കെ ഒരുക്കി. അതിന്റെ വീഡിയോ ഞാൻ ഇതിലിടും. പിന്നെ കൂടാതെ തന്നെ ഞങ്ങളതേ വിഷു സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി മലയാളികൾ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒത്തിരി കേരള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമുക്ക് അടിപൊളി വിഷു സദ്യ ഒന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷു സദ്യ എന്നുള്ളത്. പിന്നെ എൻ്റെ വിഷു അറ്റയർ കണ്ടോ, ഞാനാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടേക്കുവാണ്. എന്താണെന്നും അറിയത്തില്ല, അങ്ങ് ഇട്ടിട്ട് പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഈസ്റ്റ് ഹാമിൽ പോയിട്ട് കാണാം. ഞങ്ങളിതേ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോവുക കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെയൊക്കെ ഒത്തിരി പേര് ശരിക്കും പറഞ്ഞാൽ നല്ല മുണ്ടൊക്കെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ഹാം എത്തിയപ്പോഴാണ് ശരിക്കും വൈബ് ഗൈസ്. ആ വിഷു എന്ന് പറഞ്ഞൊരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എല്ലാവരും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചില്ല് ചെയ്യായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അതുപോലെ ഈ ടെമ്പിളിലൊക്കെ ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ ഫുൾ ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്, നവരുചി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പുറത്ത് ഞങ്ങളിത് എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ പുറത്ത് നിൽക്കുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 12:30 ആകുമ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുവരെ പോസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുവാണ്. ഇപ്പോൾ ശരിക്കും 12 എത്ര മണിയായി? 12 കാലമായിട്ടേ ഉള്ളൂ. 12 കാലമായിട്ടേ ഉള്ളൂ. എന്തായാലും ഒരു 4 മണിക്കൂറും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്യണം. നല്ല തണുപ്പുണ്ട്. ഇവർ അകത്ത് കയറ്റുന്നില്ല, കാരണം ആ സമയം ആകുമ്പോഴേ ഇവർ ഓപ്പൺ ചെയ്ത് എല്ലാവരും അകത്ത് കയറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ നവരുചി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഫുഡ് അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ സദ്യ ഒന്ന് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെയാണ് ഗോകുവിൻ്റെ കാര്യം ഗൈസ്. ഞങ്ങൾ അവിടെ ക്യൂ നിന്നപ്പോഴത്തേനും അവന് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ളൊരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൽ കയറിയേക്കുവാണ് അച്ഛനും മോനും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കണ്ടോ കഴിക്കുന്ന എക്സ്പ്രഷൻ കണ്ടോ ഗൈസ്. ഞങ്ങൾ കുറച്ച് നേരം കൂടെ ആ നവരുചിയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടുത്തെ മെനുവും പിന്നെ ആ ഫുഡിൻ്റെ പ്രൈസൊക്കെ എഴുതിയിട്ടുണ്ട്. 17 പൗണ്ടാണ് കേട്ടോ ഒരു വിഷു സദ്യയുടെ വില. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് ചില സാങ്കേതിക കാരണങ്ങളാണ് ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് വന്നേക്കുവാണ്, അടയാർ ആനന്ദ ഭവനിലേക്ക്. അവിടെയും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വിഷു സദ്യയ്ക്ക് പ്രത്യേകം ഒരു ഇതുണ്ടായിരുന്നു, മെനു കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല, കാരണം ഒരു തമിഴ് റെസ്റ്റോറൻ്റ് ആണല്ലോ, ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അവിടെ നോർമൽ സാധാരണ ഫുഡും ഉണ്ട്, നമ്മുടെ പ്ലസ് വിഷു സദ്യ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാപ്പി ആയി കേട്ടോ. കാരണം ഗോകുവിന് വിഷു സദ്യ വേണ്ട, എന്തെങ്കിലും ദോശ എന്തെങ്കിലും മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ ഹാപ്പി ആയി ഗൈസ്. അതുപോലെ തന്നെ ഒത്തിരി തിരക്കുണ്ടായിരുന്നിട്ട് എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി ഞങ്ങൾ ഒരിടത്ത് ഇരുന്നു. ഞങ്ങൾ നവരുചിയിൽ നിന്നും ഇറങ്ങി അടയാർ ആനന്ദ് ഭവനിൽ വന്നേക്കുവാണ്. വേറൊന്നുമല്ല, അവിടെ സദ്യ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഗോകുവിന് സദ്യ വേണ്ട, എന്തെങ്കിലും ഗീ റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും മതി എന്നാ പറഞ്ഞത്. അതുമല്ല, അവൻ നമ്മുടെ സദ്യ ഫുള്ളും കഴിക്കത്തില്ല. സോ ഞങ്ങൾ അനയാർ സോ ഞങ്ങൾ HDBയിൽ വന്നേക്കാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കിട്ടും, എല്ലാം വെജാണ്. സദ്യക്ക് ശരിക്കും പറഞ്ഞാൽ 17 പൗണ്ടാട്ടോ ചാർജ് ചെയ്യുന്നത്. പക്ഷെ ഗോകുവിന്റെ ഗീ റോസ്റ്റോ? If you remember this place, we actually included it in a other video. Check it out. നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് 2 സദ്യയും 1 ഗീ റോസ്റ്റ് ആണ് കേട്ടോ. ഗോകുവിന് സദ്യ വേണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഗീ റോസ്റ്റ് ഓർഡർ ചെയ്യാം. നോക്കാം നമുക്ക് ഇവിടുത്തെ സദ്യയിൽ എന്തൊക്കെയാ ഉള്ളത്. കാരണം ഒരു ടിപ്പിക്കൽ തമിഴ് കൾച്ചർ ഫോളോ ചെയ്യുന്നൊരു റെസ്റ്റോറൻ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം നമ്മുടെ പോലത്തെ സദ്യ ആണോ അതോ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, ഒത്തിരി പേര് ക്യൂവിന് നിൽപ്പുണ്ട് കേട്ടോ. ടേക്ക് അവേയും അല്ലാതെ നമുക്ക് വന്നിരുന്ന് ഈറ്റിനും പറ്റും കേട്ടോ. അപ്പോൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരാൾ നമ്മുടെ ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ട്. കാരണം അവിടെ പോയാൽ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്, എന്നാലേ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുള്ളൂ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ സദ്യ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സൗണ്ട് ഉണ്ടാക്കുന്ന ഗോകു എക്സൈറ്റഡ് ആണ്. ഗോകുവിന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവനൊന്നും വേണ്ട. പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവന് സാമ്പാർ ഇഷ്ടമാണ്, ദോശ ഇഷ്ടം. Including what? You're cooking terrible. ഞാൻ കുക്ക് ചെയ്യുന്നത് ഭയങ്കര മോശമാണെന്നാണ് ഗോകു പറഞ്ഞു വരുന്നത് ഗൈസ്. അപ്പൊ ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല.
Okay, cool. ഓക്കെ I will go see snacks. ശരി. ഞാൻ ഗോകുവിനോട് ഇനി കട്ടീസാണ്. ഗോകുവിനോട് ഞാൻ മിണ്ടുന്നില്ല. ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നാ ഗോകു പറയുന്നത്. ആ ഗോകുവിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരവണ ഭവൻ, ആനന്ദഭവൻ അവിടെയൊക്കെ വരുമ്പോൾ ദോശയും പിന്നെ അതിന്റെ സാമ്പാറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ ഞാൻ എത്ര നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കി കൊടുത്താലും അവന് വേണ്ട. പക്ഷെ പുറത്ത് വരുമ്പോൾ ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല. Crispy. ക്രിസ്പി. ആ ദോശ ക്രിസ്പി അല്ലേ, അതുകൊണ്ടായിരിക്കും. ഈ ATPൽ വന്നാലുള്ള കാര്യം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം അവര് ഓർഡർ എടുക്കാൻ തന്നെ ഒരു 30 മിനിറ്റ്സ് കഴിയും. അത് കഴിഞ്ഞ് ഫുഡ് വരുമ്പോൾ ഒരു 30 മിനിറ്റ്സ്. അപ്പൊ അന്നേരം വരെ നമ്മൾ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ചില്ല് ചെയ്ത് ഒക്കെ ആയിരിക്കും. ഞാൻ കാണാൻ പറ്റുന്നുണ്ട് പുറത്ത് ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് ക്യൂവിൽ നിൽക്കുവാണ്. കാരണം ഇൻസൈഡ് ആൾക്കാരൊക്കെ ഒഴിഞ്ഞാലേ എല്ലാവർക്കും അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോഫി ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സദ്യ വരുന്നതിന് മുമ്പ് ഫിൽട്ടർ കോഫി കുടിക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ATBയിലെ നമ്മുടെ ശരവണ ഭവനിലേക്ക് ഫിൽട്ടർ കോഫി. കോഫിന് വേണോ? വേണ്ട. ശരിക്കും ഫിൽട്ടർ കോഫി എങ്ങനെയാണ് എടുക്കുന്നത്? ഇങ്ങനെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് നമ്മൾ എന്നിട്ട് തിരിച്ച് ഇതിലേക്ക് ആ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു കോഫി ശരിക്കും ആ ഫിൽട്ടർ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഫിൽട്ടർ കോഫി. നിങ്ങൾ കുടിച്ചു നോക്കട്ടെ. ആഹാ സൂപ്പർ. അയ്യോ ഒന്നും പറയാനില്ല ഗൈസ്. ഫിൽട്ടർ കോഫി കുടിച്ചവർക്ക് അറിയാമായിരിക്കും. ഭയങ്കര താങ്ക് യു. നമ്മൾ പിന്നെ ഓർഡർ ചെയ്താണ് ഗോബി മഞ്ചൂരിയൻ ഫ്രൈ കേട്ടോ. ഫ്രൈ അല്ലേ ഇത്? 65 ഗോബി 65 ആണ് കേട്ടോ. നോക്കിയേ നമ്മുടെ ചിക്കൻ പോലെ തന്നെയാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സോസ് നല്ല ക്രിസ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ക്രിസ്പിയാണ്, നല്ല ഹോട്ടും ആണ് കേട്ടോ. അടിപൊളി ഗൈസ്. അപ്പൊ നമ്മുടെ ഇല വന്നേക്കുവാണ്. ഇനി ഓരോന്നായിട്ട് അവര് സെർവ് ചെയ്യും കേട്ടോ. അന്നേരം ഞാൻ എന്റെ അല്ല ഗോബുവിന്റെ കേട്ടോ ഗോബി ഫ്രൈ കഴിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു ഗൈസ്. നമ്മുടെ മാങ്ങയും പിന്നെ ഇഞ്ചിയാന്ന് തോന്നുന്നത്. ഇഞ്ചിയും ബീട്രൂട്ട് പച്ചടിയും വിളമ്പിയിട്ടുണ്ട്. പിന്നെ പഴം വന്നിട്ടുണ്ട്. ഇത് കാളനാണോ? കാളൻ. കാളൻ വിളമ്പിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത് കാളനും ഇത് പച്ചടിയാന്ന് തോന്നുന്നല്ലേ. പച്ചടി വിളമ്പിയിട്ടുണ്ട് കേട്ടോ. പച്ചടിയാണോ ഇത്? ഇതിന്റെ പേരെന്തായിരുന്നു? മറന്നുപോയി. എന്തോ ഒരു പേരാ. പൈനാപ്പിൾ പച്ചടി. അതെ പൈനാപ്പിൾ പച്ചടി വിളമ്പിയിട്ടുണ്ട്. ഞാൻ ഗോകുവിന്റെ ഗോബി 65 കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗോകുവിന്റെ ഗോപുരം വന്നേക്കാണ് ഗൈസ്. ഗോകുവിനെക്കാട്ടിലും പൊക്കമുള്ള ഒരു ഗീ റോസ്റ്റ് ഇല്ലേ? നോക്ക് അടിപൊളി. നോക്കിക്കേ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത് കൂട്ടുകറിയും നമ്മുടെ ക്യാബേജ് തോരനും ചോറ് വരുന്നുണ്ട് കേട്ടോ. എല്ലാം വിളമ്പി കഴിഞ്ഞാല് സദ്യക്ക് ശരിക്കും കറികളെല്ലാം വിളമ്പിയിട്ടേ ചോറ് വരുള്ളൂ, ലാസ്റ്റേ വരുള്ളൂ. ഇപ്പൊ നാട്ടിലുള്ളത് പോലത്തെ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ കറികൾക്ക്. ഒരു തമിഴ് ചൊവയാന്ന് തോന്നുന്നു എല്ലാത്തിനും അല്ലേ. എനിക്ക് സങ്കടമാവുന്നു. ഇവിടെ പരിപ്പില്ലാന്ന്, സാമ്പാർ മാത്രമേ ഉള്ളൂ. അപ്പൊ സാമ്പാർ കൂട്ടി കഴിക്കണം കേട്ടോ. സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂട്ടി കഴിക്കണം. നോക്കിയേ, ഒരു ആന പപ്പടം തന്നിട്ടുണ്ട്. എന്റെ ഫേസിന്റെ അത്ര ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പപ്പടം. ഗോകുവാണ് ഞങ്ങളുടെ വീട്ടിലെ പപ്പട കൊതിയന്റെ. ചന്ദ്രകലയാക്കി ഇവിടെ വെച്ചേക്കാം. ഓക്കെ
അപ്പൊ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സാമ്പാറും ഈ ചോറും ഒരു തമിഴ്നാട് സ്റ്റൈലാണ്. നോക്കാം. സാമ്പാർ ഇച്ചിരി വെള്ളം കൂടിയൊന്നൊരു സംശയമുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പക്ഷെ ഇവര് ഇന്നത്തെ ദിവസം ഉണ്ട് ഇച്ചിരി വെള്ളം ചേർത്തത് എനിക്കൊരു ഡൗട്ടില്ലാതില്ല. വെള്ളം പോലെ ഇരിക്കുന്നു. കൊള്ളാം അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇനി പുളിശ്ശേരിയും കൂടെ കൂട്ടിയൊന്ന് കഴിച്ചു നോക്കട്ടെ. തമിഴ്നാട്ടിൽ ഒരു പുളിശ്ശേരി കഴിക്കും. ഇതിന് പരിപ്പും കൂടെ എങ്ങനെ പരിപ്പും കൂടെ അവർക്ക് ആഡ് ചെയ്തുകൂടെ? ഞാൻ ഇച്ചിരി പൈനാപ്പിൾ പച്ചടിയും ഈ ചോറും കൂട്ടിയൊന്ന് കഴിച്ചു നോക്കട്ടെ. ചിലപ്പോൾ നമ്മള് കേരള റെസ്റ്റോറൻറ്റിൽ തന്നെ പോയിരുന്നെങ്കിൽ പരിപ്പും ഒക്കെ കിട്ടിയേനെ. പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. ഞാൻ ഏകദേശം സദ്യ കഴിച്ച് ഒതുക്കിയിട്ടുണ്ട്. കുറച്ച് ലേശം ചോറ് ബാക്കി വെച്ചു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി തളർന്നു പോയിരിക്കുകയാണ് ഞാൻ. ഇനി പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ അധികം ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ സദ്യ ഒന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ. അപ്പൊ ഇച്ചിരി കഴിച്ചപ്പോഴത്തേനും തളർന്നു പോയി. ഇനി ഗോകുവിന്റെ ദോശ ട്രൈ ചെയ്തു. ബെറ്റുണ്ടോ? ഉണ്ണേട്ടൻ പറയുന്നത് അടപ്രഥമനായിരിക്കും, ഞാൻ പറയുന്നത് പാൽപ്പായസമായിരിക്കും. നമുക്ക് നോക്കാം ഏത് പായസമായിരുന്നു. ഓക്കെ, പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഏകദേശം ഒരു തീരുമാനമായി. കുറെ നേരമായി പായസം ചോദിച്ചിട്ട് ഇന്നൊരു പായസം വന്നില്ല ഗൈസ്. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. പായസം ഇപ്പോഴും തരാന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഗൈസ്. പായസത്തിന് എത്ര ഡിമാൻഡാണ് ഇവിടെ. പായസത്തിന് മാത്രം എല്ലാ ഫുഡിനും ഡിമാൻഡാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ പാൽ പായസം, നമ്മുടെ പാലട അല്ല. ഓ അത് പാലടയും ഇത് ഓക്കെ ഇത് ഒരാൾക്കുള്ളതാ കേട്ടോ. ഒരാൾക്കുള്ളതാണ് പാലടയും നമ്മുടെ സേമിയ പായസവും. ഇനി എന്റേത് വരും. ശരിക്കും പറഞ്ഞാല് സദ്യ കഴിക്കണ്ട കേട്ടോ. പപ്പടമോ പഴമോ ഒക്കെ ഇങ്ങനെ സദ്യയായിട്ട് കുഴച്ച് കഴിക്കണം. ഒന്നും വേണ്ട. നമ്മുടെ ചപ്പാത്തി പോലെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് ഞാൻ നമ്മുടെ സേമിയ പായസം ഒഴിക്കും. ഇതും കൂട്ടിയൊരു കുരി കുടിക്കും. അയ്യോ ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് പായസം അല്ലാതെ കഴിച്ചു. അടപ്പായസം കഴിച്ചു കേട്ടോ, പാലട. ഇതൊക്കെ കഴിച്ചിട്ട് എവിടെയും കണ്ടോ വണ്ടി അടിപൊളി. ചപ്പാത്തിയും പായസമായിട്ട് കഴിച്ച പോലെ ഉണ്ട്. അമ്മ അത് കട്ടിയാ, ഭയങ്കര കട്ടിയായ പോലെ. ശരിക്കും എനിക്കൊന്നും ഇവർ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. സാധാരണ ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാറുണ്ട്. അന്നേരം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ബോളി. ഭയങ്കര കട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു, വിഷു സദ്യയൊക്കെ അടിച്ച് പൊളിച്ച് കഴിച്ചു. കാറിൽ വന്നിരിക്കുകയാണ്. വളരെ ടയർഡായി ഗായ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മള് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഒന്നിനും കൊള്ളില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ ഇരിക്കുന്നത്. ഗോകു മാത്രമുണ്ട് കുറച്ചെങ്കിലും ഒരു ഉന്മേഷത്തോടെ ഇരിക്കുന്നത്. കാരണം അവൻ സദ്യയല്ലല്ലോ കഴിച്ചത്, ദോശ പകുതി മുക്കാലും അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യം. പിന്നെ എന്താ പറയാ, ഈ വീഡിയോ കാണുമ്പോഴത്തേനും വിഷു ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഒരു ബിലേറ്റഡ് വിഷു ആശംസകൾ. എന്താ പറയാ, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളു ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എവിടെയെങ്കിലും കിടന്നൊന്ന് ചാഞ്ഞാൽ മതി. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഈ വണ്ടിക്കകത്തിരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, കൂടെ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച.